എമ്പുരാൻ തിയേറ്ററിൽ ഇറങ്ങിയത് മാർച്ച് ലാസ്റ്റ് ആയിരുന്നു. നല്ല കളക്ഷനാണ് എമ്പുരാന് കിട്ടിയതെങ്കിലും അന്ന് മുതൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അനുഭവിച്ച തലവേദനയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല എന്ന് വേണം പറയാൻ. എന്നാൽ എമ്പുരാൻ ഇറങ്ങി 2 ആഴ്ച തികയും മുൻപ് തന്നെ തിയേറ്ററിൽ എത്താൻ പോകുന്നത് മമ്മൂട്ടി ചിത്രമായ ബസൂക്കയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മമ്മൂട്ടി ആരാധകരും ചലച്ചിത്ര പ്രേമികളും ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ് ബസൂക്ക. മമ്മൂട്ടി കാലങ്ങളായി പിന്തുടർന്നു വന്നിരുന്ന സ്ഥിരം വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വേഷങ്ങൾ നോക്കുന്നത് കൊണ്ടും ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം വിജയിക്കുന്നത് കൊണ്ടും പ്രേക്ഷകർ വൻ പ്രതീക്ഷയോടു കൂടിയാണ് മമ്മൂട്ടി ചിത്രങ്ങളെ വരവേൽക്കാറ്. ഇത് എമ്പുരാനെ നന്നായിട്ട് തന്നെ ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല മമ്മൂട്ടി അസുഖബാധിതനായി കിടക്കുന്ന ഈ സമയത്ത് തന്നെ സിനിമ എത്തുന്നത് മമ്മൂട്ടി ആരാധകരെ ഒന്നടങ്കം തിയേറ്ററിൽ എത്തിക്കാനും ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ വിഷു ചിത്രമാണ് ബസൂക്ക എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. ഇതെല്ലാം എമ്പുരാന് നല്ല രീതിയിലുള്ള ക്ഷീണമാകും ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടി ഈ അവസരത്തിൽ തന്നെ മാക്സിമം ലാഭം കൊയ്യാനാണ് എമ്പുരാൻ ടീം നോക്കുന്നത്. നവാഗതനായ ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുന്നത് എന്ന് ഏപ്രിൽ 10 രാവിലെ 9 മണിക്കായിരിക്കും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം. മമ്മൂട്ടിയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഈ വിവരം പുറത്തുവിട്ടത്. പുതിയ പോസ്റ്ററിനൊപ്പമാണ് ബസൂക്കയുടെ ആദ്യ പ്രദർശനത്തെ കുറിച്ചുള്ള വിവരം മമ്മൂട്ടി പങ്കുവച്ചത്. തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ ഒരു സുപ്രധാന വേഷത്തിലുണ്ട്. ബെഞ്ചമിൻ ജോഷ എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ ഫലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡീനോ ഡെന്നീസ്. ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ്. സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ബാമ അരുൺ, ഡീൻ ഡെന്നീസ്, സുമിത് നേവൽ, ദിവ്യ പിള്ള, സ്ഫടികൻ ജോർജ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. 90 ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ ബസൂക്ക, കാപ്പ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ്. വൈശാഖ് ചിത്രം ദർബയുടെ വൻ വിജയത്തിന് ശേഷം മമ്മൂട്ടി ചെയ്യുന്ന അടുത്ത ചിത്രം കൂടിയാണിത്. അതേസമയം എമ്പുരാൻ വിവാദത്തിൽ മമ്മൂട്ടി തന്നെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞ് മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിട്ടുണ്ട്. തന്റെ ഫോണിൽ ഒരുപാട് കോളുകളും മെസ്സേജുകളും വന്നിരുന്നു എന്നും അതിൽ മമ്മൂട്ടിയും ഉണ്ടെന്നും പറഞ്ഞ മല്ലിക അദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല, ഒരു 3 മാസത്തേക്ക് ചെറിയൊരു അസുഖമുണ്ടെന്ന് മാത്രമാണ് ഉള്ളതെന്നും പറയുന്നുണ്ട്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെന്നൈയിൽ വിശ്രമിക്കുകയാണ്. പെരുന്നാളിന്റെ തലേ ദിവസം ഇതൊക്കെ വിട്ടുകളയൂ ചേച്ചി എന്ന അർത്ഥത്തിൽ മമ്മൂട്ടി ചില ഇമോജികൾ ചേർത്ത് മെസ്സേജ് അയച്ചു. എന്റെ പോസ്റ്റ് കണ്ട് എന്നും മമ്മൂട്ടി പറഞ്ഞു. ഈ സിനിമാ ലോകത്ത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് തോന്നിയല്ലോ, ഈ ഒരു സമയത്ത് സുകുമാരൻ ചേട്ടന്റെ കുടുംബത്തിന് വിഷമമാകുമെന്ന് മമ്മൂട്ടിക്ക് തോന്നിയല്ലോ, അതാണ് അദ്ദേഹത്തിന്റെ നന്മ. മമ്മൂട്ടിക്ക് സർവ്വ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളതെന്നുമാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്.